ടീച്ചർ പറയുന്നതായിട്ട് ടീച്ചർ എല്ലാ മതക്കാരുടെയും ആചാരാനുഷ്ഠാനങ്ങൾ ഒറ്റയ്ക്ക് കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണെന്ന്. ടീച്ചർ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കങ്ങ് വിട്ടേക്ക്. അതായത് ടീച്ചർ ഒരു കാര്യം പറയുന്നത് കേട്ട് ഞാനത് കേൾപ്പിച്ചു തരാം. ധാരാളം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി. അത് കണ്ണാടി മുതൽക്ക് അങ്ങോട്ടെല്ലാം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അല്ലേ. വെറും കല്ലെടുത്ത് ശിവനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ ഒരു കുരിശ് പ്രതിഷ്ഠിച്ചിട്ടില്ല. ടീച്ചർ പറഞ്ഞു കണ്ണാടി മുതൽ പലതിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, എന്നാൽ ക്രിസ്ത്യാനികൾ ഒരിടത്തും കുരിശ് പ്രതിഷ്ഠിച്ചിട്ടില്ല എന്നാണ്. ടീച്ചറെ, ഞങ്ങളുടെ വിശ്വാസം തികച്ചും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങൾ കണ്ണാടിയെയോ വെറും കല്ലിനെയോ ഒന്നും ദൈവമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ അതിൽ ആരാധിക്കുന്നില്ല. അതാണ് വ്യത്യാസം. പക്ഷേ അങ്ങനെ ആരാധിക്കുന്നവരോട് നമുക്ക് എതിരുമില്ല, അവരുടെ വിശ്വാസം തെറ്റെന്ന് പറയാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു വിശ്വാസം പതിഞ്ഞിട്ടുണ്ട്. ചിലർക്ക് വിശ്വാസമേ ഇല്ല, പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം വ്യത്യസ്തമാണ്. നമ്മൾ ഒരിക്കലും ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കില്ല. നമ്മൾ പള്ളികളെയും മറ്റും പ്രതിഷ്ഠിക്കും, പള്ളിയിലെ ഉപകരണങ്ങളെല്ലാം പ്രതിഷ്ഠിക്കും, പക്ഷേ ദൈവത്തെ പ്രതിഷ്ഠിക്കില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഒരിക്കലും ഒരിടത്തും ഒരു കുരിശിനെ പ്രതിഷ്ഠിക്കില്ല. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു സിമ്പലായിട്ടാണ് ക്രൂശിനെ ക്രിസ്ത്യാനികൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടില്ലേ, കാണാം, ആ സിമ്പലിനെ ഞങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കുന്നു. കുരിശ് വഹിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുക. യേശു കുരിശിൽ മരിച്ചു എന്നുള്ളത് കൊണ്ട് കുരിശ് ഒരു ദൈവമല്ല. കുരിശ് എന്നുള്ള ആ സിമ്പൽ കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരുവൻ്റെ കുരിശ് ചുമക്കുക എന്ന് അർത്ഥമാക്കുന്നത് ആ മനുഷ്യന് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാവുക എന്നാണ്. എൻ്റെ ഈ ചെറിയ അറിവ് കൊണ്ടാണ് ഞാനീ പറഞ്ഞത്. പക്ഷേ വിശാലമായ അർത്ഥങ്ങൾ ധാരാളം വ്യക്തികൾ നമുക്ക് പറഞ്ഞു തരാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. വേറൊരു കാര്യം, ടീച്ചർ ഉപയോഗിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല മറ്റ് മതക്കാർ ദൈവത്തെ ആരാധിക്കുന്നതും കാണുന്നതും. ഓരോ വ്യക്തികളും അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ ഒരു അവസരം ഒരുക്കുന്നു, ദൈവത്തിന് വസിക്കാൻ സ്ഥലം ഒരുക്കുന്നു. എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് വസിക്കാനുള്ള സ്ഥലം ഇല്ലാതെ പോകുന്നത്, ആ സമയം നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ചിന്തകളുണ്ടാവും.